ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ വലിയ 2 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയുടെ കളർ ചേഞ്ച് ആവാതിരിക്കാനും ഇതിലെ സ്റ്റാർച്ച് ഒക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിക്ക് നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് പൊട്ടറ്റോയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആ പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ പൊട്ടറ്റോയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊട്ടറ്റോയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറി വന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ പൊട്ടറ്റോയിൽ നന്നായിട്ട് പിടിച്ചു വരണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പൊട്ടറ്റോയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഐറ്റംസ് മാത്രം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.